പറയുമ്പോ എന്തായിരിക്കും മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല്? ഒന്ന് പറഞ്ഞേ. പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി ഒക്കെയുള്ള ഇതല്ലേ? ഓക്കെ. പിന്നെ ബാക്കിയുള്ളവര്, അജ്മൽ, അൻസിൽ, നിങ്ങളുടെ ഇൻപുട്ട് എന്തായിരിക്കും മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കിയേ. ഓക്കെ, ഞാൻ തന്നെ പറയാം അല്ലേ? അപ്പം ബേസിക്കലി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് കുറെ കാര്യങ്ങള് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് യോജിപ്പിച്ച് കൂട്ടിയിട്ട് അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇത് ബേസിക്കലി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ, നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെ, നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് കൊണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, പാക്കേജ് ഉണ്ട്, പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ. അത് നമുക്ക് മാർക്കറ്റിലോട്ട് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിലോട്ട് എന്ത് ചെയ്യണം, എത്തണം അല്ലെ. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ നമുക്കൊരു ലാഭം ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയല്ലേ നമുക്ക് വരുന്നത്? ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് മീൻസ് നമുക്ക് എന്താണ്, നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ നീഡ് ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും, അതായത് അവരിലോട്ട് എത്തിക്കുകയും അതുപോലെ തന്നെ അവരിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നേം പ്രോസസ്. ക്ലിയർ ആയിട്ടുണ്ടോ? എങ്ങനെയാണ്? അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങണം എന്നുള്ളതാണ് ബേസിക്കലി പറയാൻ പറ്റുക. ഓക്കെ ആയിട്ടുണ്ടോ? എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് എന്താണ് എന്നുള്ളത്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ മുൻപ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ആൾക്കാരെടുത്ത്, ഓക്കെ ആയിട്ടുണ്ടോ, നമ്മുടെ ആൾക്കാരെടുത്ത്, അതായത് കൺസ്യൂമേഴ്സിന്റെ അടുത്ത്, നോർമൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എന്ത് ചെയ്യും, അവരുടെ നീഡ് എന്താണോ, നമ്മൾ വെറുതെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അല്ലെ, അവരുടെ നീഡ് എന്താണോ അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ്, നീഡ് എന്താണോ അത് ഐഡന്റിഫൈ ചെയ്യും നമ്മൾ. അതാണ് ഫസ്റ്റ് വരുന്നത്, ഐഡന്റിഫൈയിങ് നീഡ് എന്ന് പറയുന്നത്. ആ നീഡിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ പുറത്തിറക്കുന്നു, ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ കൺസ്യൂമേഴ്സിലോട്ട് എത്തിക്കുന്നു. എങ്ങനെയാ, പ്രൊമോഷൻ അതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ. ഇപ്പൊ എന്ത് ചെയ്യുന്നിട്ട് നമുക്ക് നമ്മുടെ എന്ത് ചെയ്യുന്നു, ബേസിക്കലി ആ ഒരു പ്രൊഡക്റ്റ് സോഷ്യൽ മീഡിയ ഒക്കെ പ്രൊമോഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത്, അതായത് ആ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിലോട്ട് എത്തിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സുപരിചിതമാക്കുന്ന ഒരു പ്രോസസ്, അതാണ് പ്രൊമോട്ടിങ് എന്ന് പറഞ്ഞാൽ അല്ലെ. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്, അതിനെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. എന്താണ് മാർക്കറ്റിംഗിൽ സംഭവിക്കുന്നത് വെച്ചാല്, അവിടെ നമ്മളൊരു കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാണ്. ഓക്കെ ആയിട്ടുണ്ടോ? കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ഐഡിയ കിട്ടിയല്ലോ അല്ലെ? ഓക്കെ, അതിൽ തന്നെ എന്ത് ചെയ്യുന്നത്, നമ്മള് ആ ഒരു കൺസ്യൂമർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളൊരു ലോയാലിറ്റി കൂടി ബിൽഡ് ചെയ്യുന്നുണ്ട്. ലോയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യാം, ആൾക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അതുപോലെ ലോയാലിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? റിപ്പീറ്റഡ് പർച്ചേസുകൾ നടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരിക്കൽ വാങ്ങിച്ചു അതുകൊണ്ട് മാത്രം നമ്മുടെ കമ്പനിക്ക് ലാഭം ഉണ്ടാവില്ല അല്ലെ. അതെന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഒരു ലോയാലിറ്റി നേടിയെടുക്കണം, ലോയാലിറ്റി നമ്മൾ നേടിയെടുക്കണം എന്നുള്ളതാണ്. ഐഡിയ കിട്ടിയിട്ടുണ്ടോ? എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്താണ് അവസ്ഥ?
എന്താണ് അവസ്ഥ ഒന്ന് പറഞ്ഞോളൂ. ആരും പറയുന്നില്ലേ? മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. അപ്പം ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് പറയാൻ പറ്റും കൺസ്യൂമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? കൺസ്യൂമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏത് നമ്മുടെ മാർക്കറ്റിംഗ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്. ബാക്കിയുള്ളവരെന്താ മിണ്ടാത്തത്? മിഥുനുണ്ട്, ഷർഫിയ ഉണ്ട്, ഷാദ ഉണ്ട്, അൻസിലുണ്ട്. ആരും മിണ്ടുന്നില്ല. യെസ്. ഇപ്പോഴും ആരും മിണ്ടുന്നില്ലേ? ഇല്ലേ? ക്ലാസ്സിലില്ലേ നിങ്ങള്? ക്ലാസ്സിലില്ലേ? നമുക്ക് ആകെ ഇനി 2 സെഷനും കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പം നെക്സ്റ്റ് ഒരു പോയിന്റിലോട്ട് വരാണ്. ബേസിക്കലി എന്താണ് നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ ഒരു ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ സെയിൽസ് ജനറേറ്റ് ചെയ്യാം, സെയിൽ ഉണ്ടാക്കിയെടുക്കുക. അതോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യുക, ബ്രാൻഡ് ലോയാലിറ്റി നിലനിർത്തുക. ബ്രാൻഡ് ലോയാലിറ്റി നിലനിർത്തുക എങ്ങനെയാ? നല്ല സ്ട്രാറ്റജിയിലൂടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുകയും ബ്രാൻഡ് ലോയാലിറ്റി നിലനിർത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്. അതിനാണ് ബേസിക്കലി മാർക്കറ്റിംഗ് എന്ന്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയിലൂടെ. ഓക്കെ ആണല്ലോ അല്ലെ? അതിലൂടെ എന്ത് ചെയ്യുക, നമ്മളെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്ത് ഉള്ള കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഇത് ബേസിക്കലി നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. ഐഡിയ ഓക്കെ ആണോ? ഐഡിയ ഓക്കെ ആണോ നിനക്ക്? ആരും ഒന്നും പറയുന്നില്ല. യെസ്. നെക്സ്റ്റ് നോക്കുന്നത് നമ്മള് സ്കോപ്പ് ആയിരിക്കും. എന്തിനായിരിക്കും, അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെയൊക്കെയാണ് നമുക്ക് മാർക്കറ്റ് സ്കോപ്പ് വരുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നോക്കുക. അപ്പം ഫസ്റ്റ് വൺ, സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗിൽ 3 കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് കാര്യം. ഓക്കെ ആണല്ലോ അല്ലെ? നമ്മൾ പറഞ്ഞു അല്ലെ, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രൊഡക്റ്റ് ഏതാവണം, നീഡ് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ വാങ്ങാൻ ആളുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ റീസൺ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് സെർച്ച് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, മാർക്കറ്റ് റിസർച്ച് എന്നുള്ള രീതിയിൽ ടേം ചെയ്യുന്നത്. മാർക്കറ്റ് റിസർച്ചിൽ 3 കാര്യങ്ങളാണ് നോക്കുക. മാർക്കറ്റ് റിസർച്ചിൽ എന്ത് ചെയ്യുക, 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ഏത്, നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ, കോമ്പറ്റീറ്റീവ് അനാലിസിസ്, ട്രെൻഡ് അനാലിസിസ്. ഫസ്റ്റ് വൺ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാല് കൺസ്യൂമറിന്റെ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ഡിസിഷൻ മേക്കിംഗ് മനസ്സിലാക്കുക. കസ്റ്റമറുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എത്രത്തോളം പ്രൈസിൽ ഇടാൻ പറ്റും, അല്ലെങ്കിൽ അത് വാങ്ങിക്കഴിഞ്ഞാൽ ശേഷം അവരേതൊക്കെ എത്ര കോൺസ്റ്റന്റ് ആയിട്ട് അവരത് വാങ്ങിക്കൊണ്ടേന്നിരിക്കും, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യും എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് കൺസ്യൂമർ ബിഹേവിയർ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയിട്ടുണ്ടോ? മെയിൻ ആയിട്ട് എന്താണ്, അവരുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ.
ഇനി രണ്ടാമത്തത് വരുന്നതാണ് ഏത്? കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ നമ്മൾ മാത്രം അല്ല, അല്ലെ, വേറെ ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളിപ്പം ആരെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു കറി പൗഡർ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജാം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊരു ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് നോക്കാം, അല്ലെ? അപ്പൊ ജ്യൂസായി. ജ്യൂസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. നെക്സ്റ്റ് എന്തായിരിക്കും? ഏത് ജ്യൂസ് വേണമെന്നുള്ളത്, വിച്ച് ഫ്രൂട്ട് അല്ലെങ്കിൽ വിച്ച് ജ്യൂസ് ടൈപ്പ് എന്നുള്ളത് നോക്കുന്നത്. അപ്പം ഏത് ജ്യൂസാന്ന് കണ്ടെത്തും. അതിനുശേഷം എന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് റിസർച്ച് ആണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുന്നത്? ആ ഒരു ജ്യൂസ് ആരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കും. ഏതൊക്കെ കമ്പറ്റീറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുന്നത്. ഓക്കെ. അപ്പം നിങ്ങളൊരു അഞ്ചാമനോ അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് വരികയാണ് മാർക്കറ്റിലോട്ട്, അല്ലേ? അപ്പം ഇവർക്ക് ആർക്കുമില്ലാത്ത ഒരു പോസിറ്റീവ് ഇമ്പാക്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മാർക്കറ്റിലോട്ട് കൊടുക്കാനാവണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമുക്ക് അവിടെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെ? അത് ഈ ഒരു കാര്യം, അല്ലെങ്കിൽ എന്താണ് അവർക്കുള്ളത്, എന്താണ് അവർക്ക് ഇല്ലാത്തത്, ആരാണ് ഏറ്റവും മുൻപന്തിയിലുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഏത്? മാർക്കറ്റ് റിസർച്ചിൽ വരുന്ന ഒരു സെക്ഷനാണ് ഏത്? നമ്മുടെ കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് കോമ്പറ്റീറ്ററിന്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ആരാണ് എന്നുള്ള ആ ഒരു പൊസിഷനിങ്, റാങ്ക് എന്നൊക്കെ പറയാം നമുക്ക്, അല്ലെ? അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏത്? നെക്സ്റ്റ് വരുന്നത്. അതിനുശേഷം വരുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്ട്. എന്താണ് ട്രെൻഡ്? കറന്റ് മാർക്കറ്റ് ട്രെൻഡ് എന്താണ്? അവിടെ എത്രത്തോളം പ്രൊഡക്റ്റ് ഡിമാൻഡ് ഉണ്ട്? എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിനാണ് ഡിമാൻഡ് ഉള്ളത്? അതിൽ തന്നെ എന്ത് പോസിറ്റീവ് ഇമ്പാക്ട് കൊടുത്താലാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഇമ്പാക്ട് കൂട്ടാൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് അതിനെ ട്രെൻഡ് ആക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് എന്ത് വരുന്നത്? നമുക്ക് നെക്സ്റ്റ് ട്രെൻഡ് അനാലിസിസിൽ വരാം. ഐഡിയ കിട്ടിയിട്ടുണ്ടോ? എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? ഈ ഒരു റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും പറ്റും? വിച്ച് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഏത് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരിക്കും? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വരിക? ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഇനി ഒരു ചെറിയൊരു പോയിന്റ് കൂടി, എക്സ്ട്രാ പോയിന്റ് കൂടി പറഞ്ഞുതരാം. എങ്ങനെയാ നമ്മൾ മാർക്കറ്റ് റിസർച്ച് നടത്തുക? ഒന്ന് പറഞ്ഞേ. ഫീഡ്ബാക്സ്. ഓക്കെ, ഫീഡ്ബാക്സ് നമുക്ക് ഓൾറെഡി ഉള്ള ഒരു പ്രൊഡക്റ്റിനാണെങ്കിൽ ഫീഡ്ബാക്സ് എടുക്കാം. ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലോ? ഇല്ലാത്തൊന്നിനാണെങ്കിൽ എന്താ ചെയ്യാ നമ്മള്? ആരും പറയുന്നില്ലേ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരും പറയാം യെസ്, സോഷ്യൽ മീഡിയ വഴി. ഓക്കെ, പറ്റും. നമുക്ക് ബേസിക്കലി എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് രീതിയിൽ മാർക്കറ്റ് റിസർച്ച് നടത്താൻ പറ്റും. ഓക്കെ ആയിട്ടുണ്ടോ? രണ്ട് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാർക്കറ്റ് റിസർച്ച് നടത്താൻ പറ്റും. ഒന്ന് പ്രൈമറിയും, രണ്ടാമത്തത് സെക്കൻഡറിയും. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. പ്രൈമറിയും സെക്കൻഡറിയും എന്നുള്ള രീതിയിൽ. പ്രൈമറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ സർവേസ്, ക്വസ്റ്റ്യനേഴ്സ്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇന്റർവ്യൂസ് നടത്തുക, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, നമ്മൾ ചെറിയ ചെറിയ സാഷേറ്റ്സ് കൊടുത്തിട്ട് നിങ്ങൾ ചോദിച്ച പോലെ ഫീഡ്ബാക്സ്
പറയാൻ പറ്റും അല്ലേ? അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മാർക്കറ്റ് റിസർച്ച് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്, മാർക്കറ്റ് റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. പ്രൈമറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ബേസിക്കലി നമ്മൾ ഡയറക്റ്റ് കൺസ്യൂമർ ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഓക്കെ ആയിട്ടുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിന്റെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. സർവേ അല്ലെങ്കിൽ ക്വസ്റ്റിനെയർ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഗൂഗിൾ ഫോമോ അല്ലെങ്കിൽ സർവേ മങ്കി പോലെയുള്ള വെബ്സൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എന്താണ് അവരുടെ ടേസ്റ്റ് പ്രിഫറൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു അപ്പീൽ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റും. ഇനി ഫോക്കസ് ഗ്രൂപ്പ് ആണെങ്കിലോ ഒരു 6-7 ആൾക്കാരൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് 6-7 ആൾക്കാർ ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ അല്ലെ? കോമൺ ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആ ഡിസ്കഷൻ നടത്തുന്നു, അതിൽ നിന്നൊരു ടേസ്റ്റിന്റെ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുന്നു, അതിൽ നിന്നൊരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടെത്തിയെടുക്കുന്നു, അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൂടെ അല്ലെ, ഇൻഡെപ്ത് ഇന്റർവ്യൂസിൽ, അതായത് നമ്മളൊരു പുറത്ത് എന്ത് ചെയ്യുന്നു, ആൾക്കാരെ ഏൽപ്പിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവരുടെ ഇന്റർവ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു കറി പൗഡറിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പം അവരോട് നമ്മൾ ചോദിക്കുകയാണ്, എന്ത് കറി പൗഡർ എന്തായിരിക്കണം നിങ്ങൾക്ക്, എന്താണ് നിങ്ങൾ അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഇൻഡെപ്ത് ഇന്റർവ്യൂസ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ? അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ വേണമെങ്കിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈമറി എന്നുള്ള രീതിയിലാണ്. ഇനി സെക്കൻഡറി ആണെങ്കിലോ, സെക്കൻഡറി ആണെങ്കിൽ നമുക്ക് ഈ കോമ്പറ്റീറ്റർ അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഓൺലൈനായിട്ടും ന്യൂസ് പേപ്പേഴ്സ് നിന്ന് കിട്ടുന്നൊക്കെ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ അതായത് USDA റിപ്പോർട്ട്സ്, നിൽസൺസ്, സ്റ്റാറ്റിസ്റ്റിക്ക എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഫുഡ് നാവിഗേറ്റർ എന്നൊക്കെ പറയുന്ന വെബ്സൈറ്റ്സ് ഉണ്ട് അല്ലെ, പബ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റ് റിസർച്ച് നടത്താൻ പറ്റും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഡെസ്ക് റിസർച്ച് അല്ലെങ്കിൽ സെക്കൻഡറി റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഫീൽഡിലല്ല അല്ലെ, നമ്മളെ ഓഫീസ് ഡെസ്കിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? റിസർച്ച് നടത്തുന്ന രീതി. ക്ലിയർ ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് പ്രോട്ടോടൈപ്പ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് 1-2 പ്രൊഡക്ട്സ് എടുത്തിട്ട് അത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതിലേതാണ് ബെസ്റ്റ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ചെറിയ ചെറിയ സ്മോൾ ബാച്ചസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലേതാണ് ബെസ്റ്റ് എന്നൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ആ ഒരു രീതിയിലാണ് ഇത് നമുക്ക് മാർക്കറ്റ് റിസർച്ച് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുക കേട്ടോ. എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? മാർക്കറ്റ് റിസർച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലോട്ട് വരിക എന്നുള്ള കാര്യം ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ, എല്ലാരും ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആണോ അല്ലേ എന്നുള്ളത്. യെസ്, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റിലോട്ട് പോവാം, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്നുള്ളതിൽ അല്ലേ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഐഡിയ കിട്ടിയിട്ടുണ്ട് നമുക്ക് അല്ലേ. ആ ഐഡിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. മാർക്കറ്റിംഗിൽ നെക്സ്റ്റ് വരുന്നതാണ് ഇത് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് റിസർച്ച് ഒക്കെ നടത്തിയപ്പോൾ നമ്മുടെ ഐഡിയ കിട്ടി, ഐഡിയ ജനറേഷൻ നടത്തി. അതായത് ഇന്നൊരു പ്രൊഡക്റ്റ്, ഒരു ന്യൂ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇറക്കി കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്നൊരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് പിടിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ആ മനസ്സിലാക്കൽ അല്ലെങ്കിൽ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിംഗ് നടത്തുന്നു. ക്ലിയർ ആണല്ലോ അല്ലെ? അതിൽ ഡിസൈനിങ് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് സാമ്പിൾ ഉണ്ടാക്കുന്നു. ഓക്കെ ആണല്ലോ അല്ലെ? നമ്മുടെ ഫീഡ്ബാക്ക് ബേസ്ഡ്, നമ്മൾ എന്താണോ റിസർച്ച് നടത്തിയതിന്റെ ബേസിലുള്ള ഫീഡ്ബാക്കിലൂടെ നമ്മളൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു, പ്രൊഡക്റ്റ് സാമ്പിൾ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും?
നമ്മൾ ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റിലോട്ട് ഇറക്കും. നമുക്ക് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഇൻഫീൽഡും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ അല്ലെ? അവിടെ എന്താ സംഭവിക്കുന്നത്? ആ ഒരു സ്റ്റേജിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ പ്രൊഡക്റ്റിനെ ഒരു സ്ട്രോങ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ബ്രാൻഡിങ്ങിൽ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുന്നത്? അതിന് എന്താണോ മാർക്കറ്റ് വേണ്ടത്, ആ ഒരു മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യും നമ്മൾ. ഏത് മാർക്കറ്റ് ആണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, റീറ്റെയിൽ ആണോ, ഇനി ഹോൾസെയിൽ ആണോ, അതോ ഇനി B2B ആണോ, B2C ആണോ, എന്താണോ വരുന്നത്, ഏത് മാർക്കറ്റ് ആണോ വരുന്നത്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മള് നമ്മുടെ പ്രൊഡക്റ്റിനെ ഒന്നും കൂടി ബെറ്റർ ആക്കി മാറ്റുന്നു. ക്ലിയർ ആയിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് കോമൺ ആയിട്ടുള്ള അച്ചാറുകളൊക്കെ സോഷ്യൽ മീഡിയ പ്രൊമോഷനിലൂടെ വരാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ അച്ചാറ് മാത്രമല്ല, എല്ലാ പ്രൊഡക്ട്സും എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ മീഡിയ പ്രൊമോഷനിലൂടെ വരാറുണ്ട്. അതൊക്കെ എന്താണ്? ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ബ്രാൻഡിങ് ആണെന്ന് പറയാൻ പറ്റും. ആ ബ്രാൻഡിനെ നമ്മൾക്ക് കാണിച്ചെന്ന് നമുക്ക് സുപരിചിതമാക്കുന്ന പരിപാടി. ക്ലിയർ ആയിട്ടുണ്ടോ? ഏതെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യും? ഈ ഇൻഫ്ലുവൻസേഴ്സ് പോലുള്ളവർക്കും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ ഗ്യാദർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ കൊടുക്കുന്നു അല്ലെ? ഒരു ബെഡിന്റെ ഒക്കെ ഉണ്ടായിരുന്നു, വാക്യൂം പാക്ഡ് ബെഡ് കാര്യങ്ങളൊക്കെ. അറിയില്ലേ നിങ്ങൾക്ക്? അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബ്രാൻഡിങ്ങും പ്രോട്ടോടൈപ്പിംഗ് എന്നുള്ള രീതിയിലൊക്കെ വരുന്ന ഒരു കാര്യമാണ്. ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്നുള്ളത്. യെസ്, ഓക്കെ. അപ്പം ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇത് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു വില, നമ്മുടെ പ്രൊഡക്റ്റ് ആണ്, ഓക്കെ, ബട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു വില നമുക്ക് അതിൽ പറയാൻ പറ്റില്ല. എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ കൺസ്യൂമറിനെ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതുപോലെ തന്നെ പ്രൊഡ്യൂസറിനെ, ആരാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നാവണം. ക്ലിയർ ആണല്ലോ അല്ലെ? അവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നാവണം ഏത്? നമ്മുടെ പ്രൈസിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ളതാവണം. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ് 200 ആണെങ്കിൽ നമുക്ക് 500 എന്ന് പറയുന്ന ഒരു പ്രൈസിങ്ങിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അതിന് സെയിൽസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ. അപ്പം പ്രൈസിങ്ങിൽ നമുക്ക് 3 കാര്യങ്ങളാണ് ബേസിക്കലി വരിക: കോസ്റ്റ് പ്ലസ് പ്രൈസ്, വാല്യൂ ബേസ്ഡ് പ്രൈസിങ്ങും കോമ്പറ്റേറ്റീവ് പ്രൈസിങ്ങും. 3 കാര്യങ്ങളാണ് ഇത് നമുക്ക് നോക്കാനുണ്ടാവുക. അതിൽ വരുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആവണം നമ്മുടെ പ്രൈസിങ് എന്ന് പറയുന്നത്. ഒരിക്കലും പ്രോഫിറ്റ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റിൽ തന്നെ നമുക്ക് നഷ്ടം വരുന്ന രീതിയിൽ, പ്രൊഡക്ഷൻ കോസ്റ്റ് 100 ആണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് 90 രൂപക്കോ 70 രൂപക്കോ വിൽക്കാൻ പറ്റില്ല അല്ലെ? അവിടെ പിന്നെന്ത് ചെയ്യില്ല? പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എന്തായാലും വരില്ല. നമുക്ക് ഒരു 50 രൂപയാണ് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് നോക്കുക. 50 രൂപയാണെങ്കിൽ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? 60 രൂപയാവണം. അതായത് 50 പ്ലസ് 10 പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ആ രീതിയിലാണ് നമുക്ക് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുക. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്യൂമർ ബേസ്ഡ് പ്രൈസിംഗ് ആണ്, അതായത് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസിങ് സിസ്റ്റം കൂടി ആവണം. ഓക്കെ ആണല്ലേ? അതായത് കസ്റ്റമറെ കണ്ടിട്ട്, കസ്റ്റമർക്ക് ഒരു ഭയങ്കര വലിയൊരു എമൗണ്ട് എന്നുള്ള രീതിയിലല്ല, കസ്റ്റമർ പ്രിസീവ് ചെയ്യുന്ന ഒരു വാല്യൂ ആവണം. ക്ലിയർ ആണല്ലോ അല്ലെ? കസ്റ്റമറെ പ്രിസീവ് ചെയ്യുന്ന ഒരു വാല്യൂ കൂടെ എന്ത് ചെയ്യണം? ആവണം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും? കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് ഉണ്ട്. കോമ്പറ്റേറ്റീവറിന്റെ പ്രൈസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പറ്റേറ്റീവർ 200ഉം നമ്മൾ 500ഉം എന്നുള്ള രീതിയിൽ ഇടാൻ പറ്റില്ല. അവർ 200 ആവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലസ് ആഡഡ് എന്തോ ഒരു കാര്യം കൂടി, ആഡഡ് എന്തോ ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്ലസ് എത്രയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഒരു വാല്യൂ കൂടി നമുക്ക് ഇടാൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ അല്ലെ? ബട്ട് അതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അതില് ആ ഒരു കൺസ്യൂമറിന് തോന്നണം, വാങ്ങുന്ന കൺസ്യൂമറിന് എന്ത് ചെയ്യണം, അത് തോന്നണം എന്നുള്ളതാണ്. എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? പ്രൈസിങ് സ്ട്രാറ്റജി എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഒരൊറ്റ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുവേ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ജസ്റ്റ് വൺ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം പ്രൈസിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. പ്രൈസിങ് എന്താന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് ഏത്, പ്രൈസ്. നമ്മളിപ്പോ പ്രൊഡക്റ്റ് മാർക്കറ്റ് അനാലിസിസ് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് ഉണ്ടാക്കി, പ്രൈസ് കൊടുത്തു. ഓക്കെ ആണല്ലോ അല്ലെ? ഇനി എന്തായിരിക്കും വേണ്ടത്? ഇനി എന്തായിരിക്കും വേണ്ടത്, ഒന്ന് പറഞ്ഞേ നിങ്ങള്. ഇനി എന്തായിരിക്കും വേണ്ടത്? ആരും പറയുന്നില്ല. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ, പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ നമുക്ക്, എന്നാലല്ലേ നമുക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് എത്തത്തുള്ളൂ. ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് എന്ത് വരുന്നത്, നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു കാര്യം കേട്ടോ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ ഡിസ്ട്രിബ്യൂഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ 3 കാര്യങ്ങൾ പറയാനുണ്ടാവും. 3 കാര്യങ്ങളാണ് ഏത്, നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരിക. ക്ലിയർ ആയിട്ടുണ്ടോ? 3 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം അതില് ഇത് നിങ്ങൾക്ക് എന്റെ കൂടെ വരുന്നുണ്ടോ? കാരണം ഒന്ന് എന്ന് പറയുന്നത് ഇത് ഫുഡുമായിട്ട് ഇപ്പൊ ബന്ധപ്പെട്ടിട്ടില്ലല്ല, കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വേറെ കുറച്ച് സബ്ജക്റ്റും കൂടിയാ വരുന്നത്. നിങ്ങൾക്ക് എന്റെ കൂടെ കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്. ഓക്കെ ഓക്കെ, അപ്പൊ ഡിസ്ട്രിബ്യൂഷനിലോട്ട് വരാം. ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, പ്ലേസ്. നമ്മള് ഏത് പ്ലേസിലാണ് എന്നുള്ളതാണ് ഇത് ബേസിക് ആയിട്ടൊരു കാര്യം വരുന്നത്. നമുക്ക് ഇഷ്ടമല്ലാ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പറ്റില്ല അല്ലെ? നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഏത് പ്ലേസിലാണോ അത് ആവശ്യമായിട്ടുള്ളത്, നമുക്കൊരിക്കലും നമ്മൾ സീസൺ എന്നൊക്കെ പറയില്ല ബേസിക്കലി, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഏത്, നമ്മുടെ പ്ലേസും. ഓക്കെ ആയിട്ടുണ്ടോ? എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പം അതിൽ ഒന്ന് വരുന്നതാണ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെ ഈ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഔട്ട്ലെറ്റ്സ് വഴി. ഓക്കെ ആയിട്ടുണ്ടോ? ഔട്ട്ലെറ്റ്സ് വഴി നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ് ഏത്, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ.
ഡയറക്ട്ലി ടു കൺസ്യൂമേഴ്സ് ആയിരിക്കും. നമ്മുടെ ഇൻഡസ്ട്രി, ഔട്ട്ലെറ്റ് എന്ന് തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചില മില്ലുകളൊക്കെ അവരുടേതായിട്ടുള്ള കറി പൗഡേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അവരെന്ത് ചെയ്യും? ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇൻഡയറക്റ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് കോമൺലി നടക്കുന്ന ഒരു കാര്യം. അതായത് ഒരു ലാർജർ ഓഡിയൻസിലോട്ട് ഈസിയർ ആയിട്ട്, ഓക്കെ ആണല്ലോ അല്ലെ, ഈസിയർ ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇന്റർമീഡിയറീസിന് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ്സിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആയിട്ടുണ്ടോ? ഇന്റർമീഡിയറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, ഇന്റർമീഡിയറ്റ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരിക്കും? കോമൺ ഇന്റർമീഡിയറ്റ്സ് ആരൊക്കെയാണ്? ആരൊക്കെയാ വരിക? ഒന്ന് പറഞ്ഞേ. ആരൊക്കെ? വെന്റേഴ്സ്. ഓക്കെ, ഒരു ആൻസർ കിട്ടി. ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ. എന്താണ്? ആരും മിണ്ടുന്നില്ലല്ലോ. ആരും മിണ്ടുന്നില്ലല്ലോ. ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ. എന്താണ് എല്ലാവരും ഉണ്ടാക്കണേ? വെന്റേഴ്സ് ഉണ്ട്. പിന്നെ പറ. വെന്റേഴ്സ് മാത്രമേ ഉള്ളൂ? ഷോപ്പ് കീപ്പേഴ്സ് അവര് മാത്രമേ ഉള്ളൂ? ഹോൾസെയിലേഴ്സ്. ഓക്കെ, ഹോൾസെയിലേഴ്സ്, വെണ്ടേഴ്സ്, റീറ്റെയിൽ വെണ്ടേഴ്സ്, നമ്മളെ സൂപ്പർ മാർക്കറ്റ്സ്, സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് അല്ലെ? ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ്സ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? യെസ്. അപ്പം അവരുടെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ചാനൽ മാനേജ്മെന്റ്, ഇത് രണ്ടാണെങ്കിലും നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചാനൽ വഴിയാണ് നമ്മുടെ സെയിൽസ് നടക്കുക അല്ലെ? ആ ഒരു ചാനൽ മാനേജ്മെന്റ് എന്ന് പറയുന്നതും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെ? നമ്മുടെ സപ്ലയേഴ്സും റീറ്റെയിലേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ചാനൽ ഉണ്ട് അല്ലെ? അതിന്റെ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയി നടക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മള് ഒരു റീറ്റെയിലർ ഉണ്ട്, ആ റീറ്റെയിലറിന്റെ അടുത്ത് നമ്മളെ പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നോക്കാം. ഓക്കെ ആണല്ലോ അല്ലെ? ആ റീറ്റെയിലറിന്റെ അടുത്ത് കഴിയുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ സപ്ലയർ എന്ത് ചെയ്യണം? അവിടെ നമ്മുടെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്കുള്ള ഒരു കസ്റ്റമേഴ്സ് ഉണ്ട്, ആ കസ്റ്റമേഴ്സ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അവര് എന്ത് ചെയ്യും? ഓപ്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? അതാണ് എന്ത് വരുന്നത്? നമുക്ക് കസ്റ്റമറും സപ്ലയറും റീറ്റെയിലേഴ്സും ഇവരൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു ചാനൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയല്ലോ അല്ലെ? ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിന്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് വരുന്ന ഒന്നുണ്ട്. ഏതാണ്? പ്രമോഷൻ എന്ന് പറയുന്നത്. പ്രമോഷൻ എന്നുള്ളതാണ് ഏത്? നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു കാര്യം. ഓക്കെ, എന്തായിരിക്കും പ്രമോഷനിൽ വരുന്നത്? പ്രമോഷനിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരുന്നത്? നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാൻ പോരാ? നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്ത് കടയിൽ വെച്ചാൽ മാത്രം പോരാ. അത് പബ്ലിക്കിന് എന്ത് ചെയ്യണം? അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിന് ഇന്നതൊക്കെ ആയിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം അല്ലെ? അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? നമ്മള് അഡ്വർടൈസ്മെന്റ് നടത്തേണ്ടി വരും, അഡ്വർടൈസിങ് നടത്തേണ്ടി വരും, സെയിൽസ് പ്രൊമോഷൻസ് നടക്കേണ്ടി വരും, പബ്ലിക് റിലേഷൻസ്, ബ്രാൻഡ് ഇമേജ് മാനേജ് ചെയ്യേണ്ടി വരും. ഓക്കെ ആണല്ലോ അല്ലെ? അതിൽ ബ്രാൻഡ് ഇമേജിനെ പറ്റി പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു അഡ്വർടൈസ്മെന്റ്സ് പ്രൊമോഷനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബോബി ചെമ്മണ്ണൂരിനെ പറ്റി പറയാൻ പറ്റും ഈസി ആയിട്ട്, പ്രൊമോഷൻസ് എന്നുള്ള രീതിയിൽ
ആളെന്ത് ചെയ്യുന്നുണ്ട്? ആളുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആളുടെ ഒരു സ്കീമോ അല്ലെങ്കിൽ ആളുടെ ഒരു എന്തെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സർവീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതികൾ അല്ലെ? ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്? ആളെന്നെ ഒരു ബ്രാൻഡായി മാറിയിട്ട് അല്ലെങ്കിൽ ആളുടെ ബ്രാൻഡ് ഇമേജ് ആളെന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നുണ്ട്. ബ്രാൻഡിന്റെ പബ്ലിക് ഇമേജ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ആക്കി എടുക്കുന്നു. ബ്രാൻഡ് എക്സ്പോഷർ എന്ന് പറയുന്നത് അടിപൊളിയാക്കി എടുത്തു അല്ലെ? അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഡിസ്കൗണ്ട്സ്, സെയിൽസ് സ്റ്റിമുലേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, അതായത് നമുക്കറിയാം അല്ലെ, ഒരു ടീ ഉണ്ടായിരുന്നു, ടീ പൗഡേഴ്സ്. അതെന്ത് ചെയ്തു? അത് വാങ്ങിച്ചു കഴിഞ്ഞാല് ഇന്നത് ഒരു ഇത്ര രൂപ ഒരു ഭാഗ്യശാലിക്ക് കിട്ടും എന്നുള്ള ഡിസ്കൗണ്ട്സും സെയിൽസും നടത്തി. സ്റ്റിമുലേറ്റ് സെയിൽസ് എന്നുള്ള രീതിയിലൊക്കെയാണ് അത് പറയാം. ഓക്കെ ആണല്ലോ അല്ലെ? അതുപോലെ സെയിൽസ് പ്രൊമോഷൻസ് കണ്ടക്ട് ചെയ്തു. അതിലൂടെ എന്ത് ചെയ്തു? അഡ്വർടൈസ്മെന്റ്സ് കിട്ടി ആൾക്ക്. അതായത് പബ്ലിക്കിന് ഒരു അവയർനെസ് കിട്ടി. അതായത് ഡിഫറെന്റ് മീഡിയ, ആള് സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ഒക്കെ വഴി എന്ത് ചെയ്തു? ആളുടെ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഐഡിയ കിട്ടിയിട്ടുണ്ടോ? എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കുറെ പേര്, 1-2 പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ക്ലാസ് ഓൺ ആക്കി വെച്ച് പോയോ? റെക്കോർഡിലിട്ട് വെച്ച് പോയോ? ഓക്കെ, ഒരാൾ വന്നു, ഒരാൾ, 2 ആള്. എല്ലാരും ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അൻസിൽ, യെസ്, അൻസിൽ കൊടുത്തിട്ടുണ്ട്. എവിടെ ആയിഷ? എവിടെ? യെസ്, ഇവിടെ ഉണ്ട്. ആഹാ, നിങ്ങളെ റെസ്പോണ്ട് ചെയ്യണ്ടേ? അപ്പം നിങ്ങളെ റെസ്പോണ്ട് ചെയ്യണ്ടേ? അപ്പോഴല്ലേ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്. യെസ്, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. പ്രൊമോഷൻ എന്നുള്ള കാര്യം ക്ലിയർ ആണല്ലോ അല്ലെ? യെസ്, ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് നെക്സ്റ്റ് പോവാണ് കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമുക്ക് ഇപ്പം വരുന്നൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ വരുന്നൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതോ ആയതുകൊണ്ടാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ എന്തൊക്കെയാണ് വരുന്നത്? സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ എന്തൊക്കെ വരുന്നുണ്ട്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരുന്നത്? നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും കുറെയൊക്കെ, സോഷ്യൽ മീഡിയ ആയതുകൊണ്ട്. എന്തൊക്കെ വരും? ഓക്കെ, ഞാൻ തന്നെ പറയാം. ഇൻഫ്ലുവൻസേഴ്സ്. ഓക്കെ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെയോ? പിന്നെ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്? കസ്റ്റമറുമായിട്ട് കൂടുതലായിട്ട് എൻഗേജ് ചെയ്യാം. ഓക്കെ ആയിട്ടുണ്ടോ? കസ്റ്റമറുമായിട്ട് എന്ത് ചെയ്യാ? കൂടുതലായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? അതായത് ഡയറക്റ്റ് കസ്റ്റമറായിട്ട് എൻഗേജ് ചെയ്യുന്നത്. കസ്റ്റമറായിട്ട് ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്യുന്ന ഒന്നാണ് ഏത്? നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് എൻഗേജ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് ബ്രാൻഡ് പ്രസൻസ്. ഞാൻ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യം പറഞ്ഞു അല്ലെ. എപ്പോഴും ആൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു മീഡിയയില് പ്രസന്റ് ആണ്. എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, മീഡിയയിൽ ആള് പ്രസന്റ് ആണ്. അതുകൊണ്ട് എന്താ ഗുണം, ആളുടെ ബ്രാൻഡ് ഉണ്ട് അല്ലെ, ബോച്ചെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. അതെന്ത് ചെയ്യുന്നു, എല്ലാരും ഇടയ്ക്കിടയ്ക്ക് സെൽഫ് ബ്രാൻഡിങ് എന്നൊക്കെ പറയാം. ആ സെൽഫ് ബ്രാൻഡിങ് എന്താണ്, ഒരു പോസിറ്റീവ് ബ്രാൻഡിങ് കൂടെയാണ്. ആൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെൽഫ് ബ്രാൻഡിങ് ആണെങ്കിലും ആളുടെ ബ്രാൻഡ് എല്ലാവരും അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ബ്രാൻഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് എന്ത് വരുന്നത്, നമ്മുടെ കൊളാബറേഷൻസ്. എല്ലാവർക്കും അറിയുന്ന ഒരു ടേമാണ് ഇപ്പൊ അല്ലെ. എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്ന ഒരു ടേമാണ് കൊളാബറേഷൻസ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്ന അവിടെ, കൊളാബറേറ്റ് ചെയ്യുന്നത് ആരുമായിട്ട്, ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ആൾക്കാരെ ഗ്യാദർ ചെയ്യാൻ കഴിയുന്നവരുമായിട്ട്. ഓക്കെ ആയിട്ടുണ്ടോ, ആൾക്കാരെ ഗ്യാദർ ചെയ്യാൻ കഴിയുന്നവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്ത് വരുന്നത്, നമുക്ക് ബേസിക്കലി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൽ വരിക. ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ. ഇതൊന്നും നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ബട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഓടിച്ചിട്ട് തീർത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ തീർത്തിട്ടും കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത് CRM അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് എന്ന് പറയുന്നത് റോയൽറ്റി പ്രോഗ്രാംസ്. നമ്മുടെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിന് റിവാർഡ്സ് കൊടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിന് റിവാർഡ്സ് കൊടുക്കുക എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ ആണല്ലോ അല്ലെ. അതായത് നമുക്ക് സ്ഥിരം വാങ്ങുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പാക്കറ്റ്സിൽ സാഷറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവർക്ക് ഒരു ഡിസ്കൗണ്ട്സോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും അല്ലേ. അതുപോലെ നമുക്ക് നമ്മുടെ ലോയൽറ്റി പ്രോഗ്രാംസ്, നേരത്തെ ലോയൽറ്റി പ്രോഗ്രാംസ് എന്താന്ന് പറഞ്ഞു കേട്ടോ. ലോയൽറ്റി ആ ഒരു ഉള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ. പിന്നെ കസ്റ്റമർ സപ്പോർട്ട്സ്, അതായത് ആഫ്റ്റർ സെയിൽ സർവീസ് എന്നുള്ളത്. നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഏത് പ്രൊഡക്റ്റ് വാങ്ങിയാലും അതിന്റെ ബാക്കിൽ ഉണ്ടാവും ഒരു ഫീഡ്ബാക്ക് നമ്പർ അല്ലെ. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആഫ്റ്റർ സെയിൽ സർവീസ് ആണ്. ഒരു കാര്യം സെയിൽ ചെയ്യാന്ന് മാത്രമല്ല, സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെന്താണോ കിട്ടുന്നത് അല്ലെങ്കിൽ അതിലെന്താണോ വരുന്ന കാര്യങ്ങളുള്ളത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മള് അവരുടെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ അനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിൽ ചേഞ്ച് വരുത്തുകയും അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഒരു ഘട്ടം കൂടിയും കടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് ഏത്, കസ്റ്റമൈസ്ഡ് ഓഫേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ എന്താണോ നമ്മുടെ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ളത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീഡ്ബാക്ക് എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് വരും അവിടെ. അതായത് കൺസ്യൂമേഴ്സിന് എന്താണോ വേണ്ടത് അവരുടെ ഒരു ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ കോമൺലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സിം പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആരൊക്കെ ചെയ്തിട്ടുണ്ട്, സിം ആരൊക്കെ പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ട് സിം ഒക്കെ, ഒന്ന് പറഞ്ഞേ. ആരും ചെയ്തിട്ടല്ലേ? യെസ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കൊരു കോള് വന്നിട്ടുണ്ടാവും അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ നെറ്റ്വർക്ക് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യം. അതാണ് എന്ത് വരുന്നത്, ബേസിക്കലി നമ്മുടെ കസ്റ്റമൈസ്ഡ് ഓഫേഴ്സ് എന്ന് പറയുന്നത്. പേഴ്സണലൈസേഷൻ കൊടുക്കുക അല്ലെ, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓഫേഴ്സ് കൊടുക്കുക. നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് നമുക്ക് തന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ലോയാലിറ്റി നിലനിർത്തുക എന്നുള്ളത്. ഓക്കെ ആയിട്ടുണ്ടോ?
അതാണ് എന്ത് വരുന്നത് CRW അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ബേസിക്കലി നമുക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മുടെ ഓരോ ഇൻഡസ്ട്രീസിലും, നല്ലൊരു MNC ആണെങ്കിലോ കോമൺ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രീസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിനായിട്ടൊരു സെക്ഷന് ഉണ്ടാവും എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു പോയിന്റിലോട്ട് പോവാണ് നമ്മൾ ഇനി. നമ്മുടെ 4P എന്ന് പറയുന്നത് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞു അല്ലെ? ആ പറഞ്ഞതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ 4P എന്താണ്, ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ പറയാണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ പറയാണ് കേട്ടോ. ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ വരുന്നതാണ് ഏത്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിലെന്ത് ചെയ്യുന്നു? 3 കാര്യങ്ങളാണ്: അക്യുമിനേറ്റഡ്, ആക്ച്വൽ, കോർ. അതായത് അക്യുമെന്റഡ് പ്രൊഡക്റ്റ്, ആക്ച്വൽ പ്രൊഡക്റ്റ്, കോർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. അക്യുമെന്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സർവീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, അവർക്ക് കൊടുക്കുന്ന സർവീസും ഫീച്ചേഴ്സും. ആക്ച്വൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് എന്താണോ അവർക്ക് കയ്യിൽ കിട്ടുന്നത് അല്ലെ, എന്താണോ അവർക്ക് കിട്ടുന്ന ആ ഒരു സാധനം, ആ ഒരു പ്രൊഡക്റ്റ് എന്താണ്, ആ ഒരു ബ്രാൻഡ് എന്താണ് എന്നുള്ളത്. ഇനി കോർ പ്രൊഡക്റ്റ്, ആ ഈ ഓഗ്മെന്റഡ് പ്രൊഡക്റ്റിനകത്ത് ഗ്യാരണ്ടി അതൊക്കെ അതിനകത്താണോ വരിക? യെസ്, എല്ലാം അതിലാണ്. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന എല്ലാ സർവീസും അതിലാണ് വരിക. ഓക്കെ ആയിട്ടുണ്ടോ? യെസ്. ഇനി കോർ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് ഫണ്ടമെന്റൽ ആയിട്ട് അവർക്ക് എന്താ കിട്ടുന്നത് എന്നുള്ളത്, എന്ത് പ്രൊഡക്റ്റ് ആണ്, എന്ത് വാല്യൂ ആണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് കോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. അത് എന്താണ് എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് ആ ഒരു കൺസ്യൂമറിന് കിട്ടുന്ന ഫണ്ടമെന്റൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ വാല്യൂ. ഓക്കെ ആണല്ലോ അല്ലെ? ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആൾക്ക് കിട്ടുന്ന ഒരു ബേസിക് കാര്യം, അതാണ് എന്ത് വരുന്നത്, നമ്മുടെ കോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ ആണല്ലോ? എക്സാമ്പിളും പറയുന്നുണ്ട്. സ്മാർട്ട് ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൺവീനിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഐഡിയ കിട്ടിയല്ലോ അല്ലെ? ഓക്കെ. ഇനി രണ്ടാമതായിട്ട് അല്ലെ, ആക്ച്വൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു പ്രൊഡക്റ്റിൽ വരുന്ന ഫീച്ചേഴ്സ്, കാര്യങ്ങൾ. ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞു വരുമ്പോൾ ആൾക്ക് കിട്ടുന്ന അതിന്റെ ഒരു ബെറ്റർ ഡിസൈൻ, ഫീച്ചേഴ്സ്, ബ്രാൻഡിങ്, ക്വാളിറ്റി പോലുള്ള. ഒരു ഐഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പിളിന്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു ബെറ്റർ ഡിസൈന്, അതിനൊരു ബെറ്റർ ഫീച്ചേഴ്സ്, ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുള്ള, അതില്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ എന്നൊക്കെ പറയുന്നത് അല്ലെ. ഒരു ഐഫോണിൽ ഒരു ഇതാണ്, അല്ലെങ്കിൽ ഐഫോൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആപ്പിൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയുന്ന ഒരു പ്രീമിയം ഷിപ്പിലോട്ട് വരുന്ന ഒരു കാര്യം. അതാണ് ഇത് ആക്ച്വൽ പ്രൊഡക്റ്റിൽ നമുക്ക് കിട്ടുന്നത്. ഇനി അഗ്യുമേറ്റഡ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അഗ്യുമെന്റഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണലി നമുക്ക് കിട്ടുന്ന സർവീസും ഫീച്ചേഴ്സും. അതായത് പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യുന്ന, നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതാണ് ഇത് അഗ്യുമേറ്റഡ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതിൽ വരുന്നതാണ് ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള വാറന്റീസ്, കസ്റ്റമർ സപ്പോർട്ട്, ഹോം ഡെലിവറി പോലുള്ള കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും കേട് വന്നാൽ അവര് ഇൻസ്റ്റെപ്പ് എന്നുള്ള രീതിയിലൊക്കെ പോകുന്നതും നന്നാക്കുന്നതും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബേസിൽ വരുന്നതാണ് അഗ്യുമെന്റഡ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ. അതായത് പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 കാറ്റഗറി ആയിട്ട്, ഒരു കൺസ്യൂമറിന് 3 കാറ്റഗറി ആയിട്ട് തരം തിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഐഡിയ കിട്ടിയോ? എന്താന്ന് മനസ്സിലായോ? അപ്പം P4Pയിലെ ഫസ്റ്റ് P ആണ് പറഞ്ഞത്. സെക്കൻഡ് P ആണ് പ്രൈസ് എന്ന് പറയുന്നത്. ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് പ്രൈസിങ് ടൈമില് നമ്മള് സൈക്കോളജിക്കൽ പ്രൈസിങ് കൊടുക്കാറുണ്ട്.
സൈക്കോളജിക്കൽ പ്രൈസിങ്. അതായത് ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, 1000 രൂപക്ക് പകരം 999 എന്നൊക്കെ പറയില്ലേ, $10 പകരം $9.99. അപ്പൊ എന്താണ്, അത്രത്തോളം റേറ്റ് ഇല്ല. അല്ലെങ്കിൽ ഒരു നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡബിൾ അക്കം വരുന്നതിന് പകരം 10 എന്നുള്ളതിന് 9 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 9.5 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലെറ്റർ മാത്രം അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് മാത്രമുള്ള പ്രൈസിങ് ആണ് അല്ലെ. അതെന്ത് ചെയ്യും, നമ്മുടെ കൺസ്യൂമർ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെയുള്ള പ്രൈസിങ്ങുകൾ കൊടുക്കുക. ഇനി പ്രൈസ് ബണ്ടിലിങ്ങുകളുണ്ട്. ഓക്കെ ആണല്ലോ അല്ലെ, അതായത് ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ അല്ലെ, അതുപോലെയുള്ള പ്രൈസിങ്ങുകൾ. അതായത് ഡിസ്കൗണ്ട്സ് കൊടുക്കുക, 2 എണ്ണം എടുത്താൽ മൂന്നാമത്തെ ഒരു പ്രൊഡക്റ്റിന് ഫ്രീ ആയിട്ട് കിട്ടാം. അതുപോലെയുള്ള പ്രൈസ് ബണ്ടിലിങ്ങുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിസീവ് ചെയ്യാൻ, അല്ലെങ്കിൽ അതൊരു ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. മൂന്നാമത്തതോ ഡൈനാമിക് പ്രൈസിങ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ ഡിമാൻഡിനനുസരിച്ച് പ്രൈസിങ് ചെയ്യുക എന്നുള്ളത്. സീസൺ അനുസരിച്ച്, ടൈം ഓഫ് ദി ഡേക്ക് അനുസരിച്ച്, ഡിമാൻഡിനനുസരിച്ച്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, അതായത് ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എന്നുള്ള രീതിയിലൊക്കെ അല്ലെ. എന്തെങ്കിലും സീസൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഓഫേഴ്സ് വരാറുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡൈനാമിക് പ്രൈസിങ്ങിനനുസരിച്ച് വരുന്നതാണ്. ഇനി ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ, അതായത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു ഓഫ് സീസൺ ആണെങ്കിൽ ട്രാവൽ ഏജൻസീസ് ഒക്കെ എന്ത് ചെയ്യും, അവരുടെ പാക്കേജസ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യും അല്ലെ, എമൗണ്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവര് റെഡ്യൂസ് ചെയ്യും. അതാണ് ഏത്, ഡൈനാമിക് പ്രൈസിങ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന ഒന്നാണ് ഏത്, ഡിസ്കൗണ്ടിങ്ങും ഓഫറും. അതായത് ഫ്ലാഷ് സെയിൽസ് നടക്കുക, ഡിസ്കൗണ്ട്സ് നടക്കുക. നമുക്ക് എന്ത് ചെയ്യും, വിന്റർ ആയി കഴിഞ്ഞാൽ വിന്റർ ജാക്കറ്റ്സിന് ഒരു ഓഫർ ഇടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽസ് നടക്കുകയാണെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടാവും അല്ലെ, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്ട്സിന് എന്ത് ചെയ്യുന്നു, ഓഫർ ഇടുന്നു. അതുപോലുള്ളതിനെയാണ് എന്ത് വരുന്നത്, ഡിസ്കൗണ്ടിങ് ആൻഡ് ഓഫേഴ്സ് എന്നുള്ള രീതിയിൽ ടേം ചെയ്യുന്നത്. ഓക്കെ ആയിട്ടുണ്ടോ, എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? യെസ്. അപ്പം സെക്കൻഡ് പി കഴിഞ്ഞു, തേർഡ് പിയിലോട്ട് പോവാണ്. പ്ലേസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, മൾട്ടി ചാനൽ ഡിസ്ട്രിബ്യൂഷൻ, ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് എക്സ്പോർട്സ് എന്നൊക്കെ പറയുന്ന ഒന്നും കൂടി വരുന്നത്. ഓക്കെ ആയിട്ടുണ്ടോ? അതൊക്കെയാണ് എന്ത് വരുന്നത്, നമുക്ക് വരുന്നത്. ഓക്കെ, അതിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ബേസിക്കലി നമ്മുടെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനെയും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ ആയിട്ടുണ്ടോ? ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിൽ നിന്ന് കൺസ്യൂമേഴ്സിലോട്ട് എത്തുന്നത് വരെയുള്ള എല്ലാ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സുകളും നമ്മൾ പറയുന്നുണ്ട്. അതില് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഒക്കെ പെടുന്ന ഒന്നാണ് ഇത്, നമ്മുടെ തേർഡ് പിയിലെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടി ചാനൽ ഡിസ്ട്രിബ്യൂഷൻസും ചെയ്യാൻ പറ്റും നമുക്ക്. ഓൺലൈനിലൂടെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഫിസിക്കൽ സ്റ്റോഴ്സ് യൂസ് ചെയ്യാൻ പറ്റും, മൊബൈൽ ആപ്സ് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടി ചാനൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. ഐഡിയ കിട്ടിയാലോ അല്ലെ? എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഇനി ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ പ്രൊഡക്റ്റ് ലോക്കലില് മാത്രമല്ല ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൂടെയും അവൈലബിൾ ആക്കുന്നത്. അതായത്
എക്സ്പോർട്ട് എന്ന് പറയാൻ പറ്റും. എക്സ്പോർട്ട് എന്നുള്ള രീതിയിൽ സെയിൽ ചെയ്യുന്ന രീതിയാണ് ഏത് നമ്മൾ ഇത് വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്താന്ന് മനസ്സിലായോ? ആരും പറയുന്നില്ല, റെസ്പോൺസ് ഇല്ല. യെസ്, ഞാൻ അങ്ങോട്ട് ചോദിക്കണല്ലേ. ഓക്കെ, അപ്പം തേർഡ് ആണ് കഴിഞ്ഞത്. ലാസ്റ്റ് ഒന്നും കൂടെ ഉണ്ട്. ഏതായിരിക്കും ലാസ്റ്റ് ഉള്ളത്? ഏതാണ്? ലാസ്റ്റ് ഏതാണ്? നിങ്ങൾ പറഞ്ഞേ. ആരും പറയുന്നില്ല. പ്രമോഷൻ അല്ലേ? പ്രമോഷൻ എന്നുള്ളതാണ് ഇത് ലാസ്റ്റ് വരുന്ന പി. 4P ലാസ്റ്റ് വരുന്നത് നമ്മുടെ പ്രമോഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രമോഷനിൽ എന്താണ്? പ്രമോഷനിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണെന്നുള്ളത്. അത് എന്താണെന്നുള്ളത് ഒന്നും കൂടി പറഞ്ഞുതരാം ഞാൻ കേട്ടോ. ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അതിലെന്ത് ചെയ്യുന്നുണ്ട്? വിവിധ ദിനം അല്ലെങ്കിൽ വിവിധ പ്രമോഷൻ ചാനലിലൂടെ ഓക്കെ ആണല്ലോ അല്ലെ, കൺസിസ്റ്റന്റ് ആയിട്ട് ടാർഗറ്റ് ഓഡിയൻസിലോട്ട് എത്തുന്ന ഒരു പ്രോസസ്സാണ് ഇത്. എന്താ വരുന്നത്? IMC എന്ന് പറയുന്നത്. ഓക്കെ ആയിട്ടുണ്ടോ? എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? യെസ്, ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് പ്രൊമോഷനിലോട്ട് എത്തുമ്പോൾ അതെന്ത് ചെയ്യാണ് നമ്മള് പല പല ചാനലിലൂടെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ, ന്യൂസിലൂടെ, മെയിൻ സ്ട്രീം മീഡിയാസിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം? പ്രൊമോട്ട് ചെയ്യാം. എങ്ങനെ? കൺസിസ്റ്റന്റ് ആയിട്ട്, അതായത് ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് നമ്മൾ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിലോട്ട് എത്തിക്കുക. ഓക്കെ ആയിട്ടുണ്ടോ? അതിനെയാണ് എന്ത് വരുന്നത്? ബേസിക്കലി നമ്മുടെ ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ IMC എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളതാണ്. അതായത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനിലൂടെ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്തിട്ട് സെയിൽസ് നടത്താം, അല്ലെങ്കിൽ ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ളതാണ് ഏത് നമ്മുടെ പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ഇവന്റ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അതായത് പ്രത്യേക ഇവന്റ്സിൽ ലൈക്ക് ട്രേഡ് ഷോകളിൽ, ഫുഡ് ഫെസ്റ്റിവൽസിൽ, സ്പോൺസേർഡ് ഇവന്റ്സിലൊക്കെ നമ്മുടെ ബ്രാൻഡിന്റെ എക്സ്പോഷർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഓക്കെ ആയിട്ടുണ്ടോ? ബ്രാൻഡിന് എന്ത് ചെയ്യുക? നമ്മളെ ഇവന്റ്സിൽ പോയിട്ട്
നമ്മുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുക. നിങ്ങൾ ചിലപ്പം ഇവന്റ്സിലൊക്കെ, ട്രേഡ് ഷോകളും ഫുഡ് ഫെസ്റ്റിവൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഷോപ്സ് ഉണ്ടാവും, ചെറിയ ചെറിയ ഷോപ്സുകൾ അല്ലെ? ഓക്കെ അല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ടിട്ടില്ലേ? യെസ്, അതുപോലുള്ളതിനെയാണ് എന്ത് വരുന്നത്? നമ്മൾ ഇവന്റ് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്നുള്ളതാണ്. ഒന്നുമില്ല, നിങ്ങൾ ആ ഒരു ടേംസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം മാർക്കറ്റിംഗ് ടെക്നിക്സിൽ 4 കാര്യങ്ങളാണ് പറയാം. ഒന്ന്, നമ്മുടെ എങ്ങനെയാണ് ബ്രാൻഡ് ഗ്രോത്തിനെ ഡ്രൈവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക, എങ്ങനെയാണ് ലോങ് ടേമിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇത് മാർക്കറ്റിംഗിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ ആയിട്ടുണ്ടോ? ഓക്കെ, ഇത് ക്ലിയർ ആണോ? നെക്സ്റ്റ് സെഗ്മെന്റേഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ ആയിട്ടുണ്ടോ? സെഗ്മെന്റേഷൻ എന്നുള്ളതാണ് ഏത് നെക്സ്റ്റ് വരുന്നത്. അതിൽ വരുന്നതാണ് ഏത് മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വഴി നമ്മൾ തരംതിരിക്കുക. മാർക്കറ്റിന് എന്ത് ചെയ്യാം? തരംതിരിക്കുക എന്നുള്ളത് എങ്ങനെ? ഡെമോഗ്രഫിക് ആയിട്ടുള്ള, ബിഹേവിയറൽ ആയിട്ടുള്ള, ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള, സൈക്രോഗ്രാഫിക് ആയിട്ടുള്ള ടൈലറിങ് മാർക്കറ്റിംഗ് എഫേർട്സ് കൊണ്ടുവരിക എന്നുള്ളത്. അതായത് നമ്മുടെ മാർക്കറ്റിനനുസരിച്ചുള്ള ഡിഫറെന്റ് ഗ്രൂപ്പ്സിൽ വരുന്ന കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ ആയിട്ടുണ്ടോ? ഓക്കെ ആണോ? രണ്ടാമത്തെ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വരുന്നതാണ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്താണ് ഏത്? ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റ് സെഗ്മെന്റ്സിനെ ടാർഗറ്റ് ചെയ്യാം. ഇവിടെ മാർക്കറ്റ് ടെക്നിക്സ് കഴിഞ്ഞു, അതിന് സെഗ്മെന്റേഷൻ കഴിഞ്ഞു, ടാർഗറ്റിംഗും ചെയ്തു. ഓക്കെ ആണോ? ആരും ഒന്നും മിണ്ടുന്നില്ല. എവിടെ എവിടെ റെസ്പോൺസ് ഇല്ലല്ലോ? വേഗം വേഗം പറഞ്ഞേ. എവിടെ? യെസ്, അജ്മൽ റെസ്പോണ്ട് ചെയ്തു. അൻസിലെ ഇല്ലേ ക്ലാസ്സില്? ഉണ്ട് സാറേ, ഇവിടെ ഉണ്ട്. ഓക്കെ, ഉണ്ട്. റെസ്പോണ്ട് ചെയ്യട്ടോ നിങ്ങള്. ഓക്കെ, അപ്പം ടാർഗറ്റിംഗ് എന്നുള്ള പറഞ്ഞത് നമ്മൾ ഈ സെഗ്മെന്റ് ചെയ്തിട്ടുള്ള ഏതാണോ നമുക്ക് ആവശ്യമായിട്ടുള്ള മാർക്കറ്റ്, അതിനെന്ത് ചെയ്യുക? നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഓക്കെ ആയിട്ടുണ്ടോ? ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കൺസ്യൂമേഴ്സിനെയാണ് വേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് സ്നാക്ക് ഫുഡ് കഴിക്കുന്നവര് ആണെന്നുണ്ടെങ്കിൽ അവരായിരിക്കും നമ്മൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ബിസി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റെഡി ടു ഈറ്റ് പ്രോഡക്ട്സ്, അതുപോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസിലി മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, ലാസ്റ്റ് വൺ ആണ് ഇത് പൊസിഷനിങ് എന്ന് പറയുന്നത്.
അതിൽ വരുന്ന ഒരു ടേം ആണ് യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ, USP. നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മാർക്കറ്റിംഗ്സിൽ കാര്യങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള ഒന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിംഗ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും USP എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാല്യൂ ഉണ്ടാക്കിയെടുക്കുക. ക്ലിയർ ആയിട്ടുണ്ടോ? എങ്ങനെ? അതായത് നമ്മുടെ USP ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. യൂണിക് സെല്ലിംഗ് പ്രൊപ്പോർഷൻസ്, നമ്മുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അതിൽ കയറിയിട്ട് നമ്മൾ ബെറ്റർ ആയിട്ട് മാറുക എന്നുള്ളത്, നമ്മുടെ ബ്രാൻഡ് വാല്യൂ ഉയർത്തുക എന്നുള്ളത്. ക്ലിയർ ആണോ? ഇതാണ് എന്ത് വരുന്നത്, മാർക്കറ്റിംഗ് ടെക്നിക്സിലെ 4 സെക്ഷൻസ് വരിക. എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ കോസ്റ്റിംഗ് എന്ന് പറയുന്നതിലോട്ട് വരാം. മാർക്കറ്റിംഗിന്റെ ടൈമിൽ തന്നെ അതിൽ വരുന്ന ഒന്നാണ് ഏത്, നമ്മുടെ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കോസ്റ്റ് കൺട്രോൾ ഇൻ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കോസ്റ്റ് കൺട്രോൾ ഇൻ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ അല്ലെ? ബേസിക്കലി നമുക്ക് 3 ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഒന്ന് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, രണ്ടാമത്തത് വേസ്റ്റ് മാനേജ്മെന്റിൽ വരുന്ന ഒരു എമൗണ്ടും എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു എമൗണ്ട്. ഇത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ, ഈ ഫുഡ് കോസ്റ്റ് കൺട്രോൾ സ്ട്രാറ്റജീസിൽ വരുന്ന 3 ടേംസ് ആണെന്ന് പറയാൻ പറ്റും. അതിൽ വരുന്നതെന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ, എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് സോൾഡ് ഗുഡ്, COGS. എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എത്രയാണ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും, അതിൽ എത്രത്തോളം എമൗണ്ടിൽ വെക്കാൻ പറ്റും എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എസ്റ്റിമേറ്റഡ് വാല്യൂസ് എടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ അല്ലെ? അതെന്ത് ചെയ്യാ, അതിന്റെ കൂടെ തന്നെ നമ്മുടെ ആക്ച്വൽ കോസ്റ്റും ഐഡന്റിഫൈ ചെയ്യാം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലോട്ട് എത്താൻ പറ്റും. COGS-ഉം ആക്ച്വൽ കോസ്റ്റും കൂടിയും നമ്മൾ എന്ത് ചെയ്യാ, എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കമ്പാരിസണിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലോട്ട് എത്താൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ അല്ലെ? അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എവിടെയാണ് കോസ്റ്റ് എക്സീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് കോസ്റ്റ് കൺട്രോളിൽ കിട്ടും എന്നുള്ളതാണ്. നമ്മളൊരു പ്രൊഡക്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, COGS ഉണ്ട് നോക്കാം, എയുടെ COGS. അതെന്ത് ചെയ്യാം, നമ്മൾ ആക്ച്വൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാം. ആ ഒരു സ്റ്റഡീസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയാണ് കോസ്റ്റ് എക്സീഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് കൺട്രോളിങ്ങിന്റെ സ്ട്രാറ്റജീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് ഏത്, വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് സ്റ്റോറേജും പോർഷൻ കൺട്രോളും, അതായത് ഡീഗ്രേഡബിൾ, നോട്ട് ഡീഗ്രേഡബിൾ എന്നുള്ള രീതിയിലൊക്കെ പോർഷൻ കൺട്രോൾ ചെയ്യുകയും ആ ഒരു വേസ്റ്റിന് നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ, ഇനി ഇൻഗ്രീഡിയൻസിനെയും എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് കുറക്കാൻ പറ്റും. ഉണ്ടായിട്ടുള്ള വേസ്റ്റിനെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് കൺട്രോളിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ അല്ലെ? എന്താന്ന് മനസ്സിലായിട്ടുണ്ട്? അതിലൊരു കാര്യമാണ് ഏത്, മിനിമൈസിങ് വേസ്റ്റ് വിൽ ലോവർ കോസ്റ്റ് ആൻഡ് പ്രൊമോട്ട്സ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ്, എഞ്ചിനീയറിംഗ് മെനു അനലൈസ് ചെയ്യുക എന്നുള്ളത്. എന്താണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, ഐറ്റത്തിന്റെ പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് ലാഭം കിട്ടുന്നത്, അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് മാർജിന് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ ആണല്ലോ അല്ലെ? എങ്ങനെയാണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റിക്ക് അനുസരിച്ച് അതിനെ അനലൈസ് ചെയ്തിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ മാർജിൻ ഇൻക്രീസ് ചെയ്യാനുള്ള പ്രോസസ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുഡ് കോസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ നടത്താൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? അതായത് എങ്ങനെയാണോ നമുക്ക് ചെയ്യേണ്ടത്, ഇത്ര ടൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയാണ് ലാഭം, അപ്പൊ നമ്മൾ അത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇത്ര പെർസെന്റേജ് ആണ് നമ്മുടെ പ്രോഫിറ്റിലോട്ട് മാറുക. അങ്ങനെ ഒരു അനലൈസ് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്താണ് അവസ്ഥ? ഇനി ഒരു 2 സ്ലൈഡും കൂടി എടുക്കാനുണ്ട് നമുക്ക് കേട്ടോ. ഒരു 2 സ്ലൈഡും കൂടി ഉണ്ട്. ഒന്ന് ലേബർ കോസ്റ്റും പിന്നെ നമുക്ക് ഒരു സ്ലൈഡ് കൂടി വരുന്നുണ്ട് കേട്ടോ. ലേബർ കോസ്റ്റും ഒരു ബ്രേക്ക് ഈവൻ അനാലിസിസിന്റെ ഒരു സ്ലൈഡും കൂടി ഉണ്ടാവും. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ക്ലിയർ ആണോ? ഇനി ലേബർ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് ആണ്. അതിൽ വരുന്നത് 3 കാര്യങ്ങളാണ്. ലേബേഴ്സിനെ ഷെഡ്യൂൾ ചെയ്യാം, ലേബർ എഫിഷ്യൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ഔട്ട്സോഴ്സിങ് നടത്തുകയും ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാണ് ലേബർ ഷെഡ്യൂൾ ചെയ്യാം? അതായത് ലേബർ കോസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഇന്ന ടൈമിൽ ഇത്ര വർക്കേഴ്സ് ചെയ്യേണ്ടത് ഇത്ര ടണ്ണിന്റെ വർക്കാണ്. ആ ഒരു രീതിയിൽ ചെയ്യാം. അതായത് ബിസിനസ് എപ്പോഴും എന്ത് ചെയ്യണം? ഓവർ സ്റ്റാഫ്ഡോ അല്ലെങ്കിൽ അണ്ടർ സ്റ്റാഫ്ഡോ ആവാൻ പാടില്ല. എഫിഷ്യന്റ്ലി ലേബേഴ്സ് ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എത്രയാണോ ഷെഡ്യൂളിന് ആവശ്യമായിട്ടുള്ളത് അത്രത്തോളം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ അല്ലെ? ഒരു കമ്പനി റൺ ചെയ്തു പോകുമ്പോൾ എന്താണ്, അവിടെ വെറുതെ ഇരിക്കുന്നവരും ഉണ്ടാവരുത്, പണി തീരാണ്ടാവരുതും ചെയ്യരുത്. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോസ്റ്റ് കൺട്രോളിങ് നടത്താൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? അവിടെ അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസസ് നമുക്ക് മിനിമൈസ് ചെയ്യുകയും പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ലേബർ എഫിഷ്യൻസി എന്നുള്ളതാണ്. ഡൗൺ ടൈം റെഡ്യൂസ് ചെയ്യുക, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, ഓവറോൾ എഫിഷ്യൻസി തന്നാലെ എൻഹാൻസ് ആവും. ക്ലിയർ ആയിട്ടുണ്ടോ? എങ്ങനെയാണ് ഡൗൺ ടൈം, അതായത് ഒരു ഇൻഡസ്ട്രി ഡൗൺ ആയിരിക്കും അല്ലെങ്കിൽ ഓഫ് ആയിരിക്കുന്ന ടൈം റെഡ്യൂസ് ചെയ്യാം. അതിലൂടെ തന്നെ എന്ത് ചെയ്യാം? അപ്പം പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ആവുകയും ചെയ്യും. ഓവറോൾ കണ്ടക്ട് വരുന്ന അല്ലെങ്കിൽ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ വരുന്ന എഫിഷ്യൻസിയും ഇംപ്രൂവ്ഡ് ആവും, എൻഹാൻസ്ഡ് ആവും എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയിട്ടുണ്ടോ? എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? അതായത് ഒന്നുകൂടെ പറഞ്ഞു, ഡൗൺ ടൈം എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റും അറിയോ? ഓഫ് ആയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ 24 hour ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ മോർണിംഗ് 6 to 6 ഇൻഡസ്ട്രിയും ഈവനിങ് 6 to 6 ഇൻഡസ്ട്രിയും നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനേക്കാളും പ്രോഫിറ്റബിൾ ആയിട്ട് ഓവർ ടൈം ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അവരുടെ പ്രോഫിറ്റ് ഹയർ ആയിരിക്കും എന്നുള്ളതാണ്. ഐഡിയ കിട്ടിയല്ലോ അല്ലെ? ഓക്കെ. ഇനി മൂന്നാമതായിട്ട് വരുന്നതാണ് ഏത്? ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. അതായത് നോൺ കോർ ടാസ്കുകൾ, അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ലാത്ത ടാസ്കുകൾ നമ്മൾ ക്ലീനിങ്, മെയിൻ്റെനൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പുറത്തോട്ട് കൊടുക്കുക. നമ്മുടെ ലേബർ അല്ലാണ്ട് നമ്മൾ ആർക്കെങ്കിലും കരാറ് കൊടുക്കുന്ന പോലെ ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലേബർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ലേബർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. ക്ലിയർ ആയിട്ടുണ്ടോ?
കോർ ആയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ്സിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതായത് നടക്കണം, ബട്ട് എന്ത് ചെയ്യണ്ട, അതൊരു ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം. ഇമ്പോർട്ടന്റ് അല്ല മീൻസ് നമ്മളത് നെഗ്ലക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ വരുന്ന കാര്യങ്ങളല്ല. ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മാനേജ്മെന്റിന്റെ ഇതിലോട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷനിലോട്ട് ഇമ്പോർട്ടന്റ് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അതായത് ഹൗസ് കീപ്പിംഗ് കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പുറത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നടക്കുകയും ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലൂടെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. ക്ലിയർ ആയിട്ടുണ്ടോ? ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞത് എന്താ മനസ്സിലായിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? യെസ്. ലാസ്റ്റ് ഒരു സ്ലൈഡും കൂടി ഉണ്ട്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അതുപോലൊരു കാര്യമായതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയും. അതായത് ബേസിക്കലി നമ്മുടെ സെയിൽസ് വോളിയം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഇത്, നമ്മുടെ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? അതായത് എത്രത്തോളം പ്രൊഡക്റ്റ് ആവശ്യമാണ്, എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആയിട്ടുണ്ടോ? അതായത് എത്രത്തോളം പ്രൊഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യണം, എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ കോസ്റ്റ്, ഓവറോൾ കോസ്റ്റ് കവർ ചെയ്തിട്ട് പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം വേണം, സെയിൽ ഉണ്ടാവണം എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെയാണ് എന്ത് വരുന്നത്, നമ്മുടെ പ്രൈസിങ്ങും പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഡിസിഷൻ മേക്കിങ്സ് നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടോ അല്ലെ? അതിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇക്വേഷനും വരുന്നുണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും, അത് ഡിവൈഡഡ് ബൈ എത്രക്കാണോ നമ്മൾ പെർ യൂണിറ്റ് സെയിൽ ചെയ്യുന്നത്, അത് മൈനസ് എത്രയാണോ നമുക്ക് വരുന്ന വേരിയബിൾ കോസ്റ്റ്. എത്രയാണോ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും. ആ ഫിക്സ്ഡ് കോസ്റ്റിന് എന്ത് ചെയ്യുക, സെല്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടാവും, ഇത്ര രൂപക്ക് സെല് ചെയ്യാം. അതിന്ന് എന്ത് ചെയ്യാം, നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ഇത്രത്തോളം ചിലപ്പോൾ വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യൂണിറ്റിന് പ്ലസ് ഓർ മൈനസ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇന്നത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നത് റിമൂവ് ചെയ്താൽ ഇത്ര കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒന്നാണ് ഇത്, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു അനാലിസിസ് ആണ് ഇത്, നമ്മുടെ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയിട്ടുണ്ടോ? എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇൻ കേസ്, കാരണം ഏതോ ഒരു വർഷത്തില് ഏതിന്റെ ഒരു ബ്രേക്ക് ഈവൻ അനാലിസിസ് പോയിന്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സെയിൽസിൽ അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഒരു സ്ലൈഡ് ആയിട്ട് തന്നെ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, ഇക്വേഷൻ ഒന്ന് നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഒരു 3 ക്വസ്റ്റ്യൻസ് ചെയ്താലോ? നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻസ് ചെയ്യാം. 5 എണ്ണം അല്ല കേട്ടോ, കാരണം ഇതിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in term of cost control, why is menu engineering an important technique for food business? നമ്മൾ പറഞ്ഞു മെനു എഞ്ചിനീയറിംഗ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടായിരിക്കും ഒന്ന് പറഞ്ഞോളൂ. മെനു എഞ്ചിനീയറിംഗ്
ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയേ ആ ഓപ്ഷൻസ് ഒക്കെ വായിച്ചു നോക്കിയേ. എല്ലാരും പറയട്ടെ കേട്ടോ ദൃശ്യ, എല്ലാരും പറയട്ടെ. യെസ്, ആരാ പറയാത്തത്? ഷറഫിയ പറഞ്ഞിട്ടില്ല. ഷറഫിയ സീൽ ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ അത് തന്നെയാണ് കേട്ടോ, സി തന്നെയാണ്. അതായത് ഹൈ മാർജിൻ മെനു ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മെനു എഞ്ചിനീയറിംഗ് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് അല്ലേ. മെനു എഞ്ചിനീയറിംഗിൽ എന്താ വരുന്നത്? നമ്മുടെ പ്രോഫിറ്റബിലിറ്റി അനലൈസ് ചെയ്യും, നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ മെനു ഐറ്റംസ് നോക്കിയിട്ട് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ശരിയാണല്ലോ അല്ലെ? അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഏതിലാണോ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു അസോർട്ടേഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് പറഞ്ഞോളൂ കേട്ടോ, മെനു എഞ്ചിനീയറിംഗിൽ തന്നെ വരുന്ന ഒന്നാണ്. ഒന്ന് പറഞ്ഞോളൂ. എയും ആറും ട്രൂ ആണോ ഫോൾസ് ആണോ? എ ആറിന്റെ കറക്റ്റ്, സോറി, ആറ് എന്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത്. എന്താണ്? ഏന്ന് ദൃശ്യ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവരോ? എന്ന് എല്ലാവരും പറഞ്ഞു അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ന് പറയാൻ കാരണം? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. എ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ തന്നെയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മതി. ആരും പറയുന്നില്ല. വെറുതെ പറഞ്ഞതാണോ? ഞാൻ തന്നെ പറഞ്ഞതാ കേട്ടോ. അതായത് ബേസിക്കലി മെനു എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴേ നമ്മുടെ ഫുഡ് ബിസിനസിനെ ഒപ്റ്റിമൈസ് ചെയ്യാനാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലെ, പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യാനാണ്. അപ്പം എ കറക്റ്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, നമ്മുടെ പ്രൊഡക്ട്സുകൾ ക്ലാസിഫൈ ചെയ്തിട്ട് ഐറ്റംസ് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. ഹൈ പ്രോഫിറ്റ് ഹൈ പോപ്പുലാരിറ്റി, ലോ പ്രോഫിറ്റ് ലോ പോപ്പുലാരിറ്റി എന്നുള്ള രീതിയിലൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ട് തരംതിരിച്ചിട്ട് അതിലേതാണോ ഹൈ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് അതിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത് അല്ലെ. സെയിം കാര്യം തന്നെയാണ് ആറിൽ പറയുന്നത്. സ്റ്റാർ എന്ന് പറയുന്നത് ഹൈ പ്രോഫിറ്റ് ഹൈ പോപ്പുലാരിറ്റിയും, ഡോഗ് എന്ന് പറയുന്നത് ലോ പ്രോഫിറ്റ് ലോ പോപ്പുലാരിറ്റി ആകുമ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക,
മോർ പ്രോഫിറ്റബിൾ ഐറ്റംസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എയും ആറും ശരി തന്നെയാണ്. 6 കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനുമാണ്. ലാസ്റ്റ് ഒന്നും കൂടി എന്തുകൂടി എന്ന് പറഞ്ഞാൽ മതി. ഏതാണ് വരിക? ഏതാണ് വരിക? യെസ്, ഷറഫിയ സി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ കൂടി ഒന്ന് പറയട്ടെ കേട്ടോ. ഷറഫിയ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ബാക്കിയുള്ളവരെന്താ പറയത്ത്? അജ്മല്, മിഥുന, എവിടെ? യെസ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പറയാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇതില് ചോദിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ, അസോർട്ടേഷൻ. പെനട്രേഷൻ പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് മാർക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് പെനട്രേഷൻ പ്രൈസിങ്. അല്ലെ? മാർക്കറ്റിനെ കുത്തിത്തുളച്ച് നമ്മൾ പ്രൈസ് ചെയ്യുന്ന പരിപാടി. അതായത് പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ലോവർ കോസ്റ്റിങ്. നമ്മൾ ജിയോ സിം ഒക്കെ ആദ്യം ഇറങ്ങിയപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അല്ലേ? ജിയോ സിം ഒക്കെ എന്ത് ചെയ്യുന്നത്? ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോ ഓക്കെ, അതിലെന്ത് ചെയ്ത് നമ്മള് എല്ലാരും വാങ്ങി. അത് തന്നെയാണ് പെനട്രേഷൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പെനട്രേഷൻ പ്രൈസിങ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് കമ്പറ്റീറ്റേഴ്സ് മാത്രമുള്ള ഒരു മാർക്കറ്റില് പറ്റ വില കുറച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ പ്രൊഡക്റ്റ് അങ്ങ് കൊടുക്കുകയാണ്. എന്താ സംഭവിക്കുക? എല്ലാരും അങ്ങോട്ട് അത് വാങ്ങും അല്ലെ? എല്ലാരും എന്ത് ചെയ്യുന്നത്? ആ പ്രൊഡക്റ്റ് അങ്ങോട്ട് വാങ്ങുന്നത്. അത് തന്നെയാണ് എന്ത് വരുന്നത്? അവിടെ സംഭവിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ എന്താണ്? ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റീവ് ആണ്. ടാർഗറ്റ് ഓഡിയൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രീമിയം പ്രൊഡക്റ്റിന് റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ കോമ്പറ്റേറ്റേഴ്സ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് റീസൺ ആയിട്ട് വരിക. ആണോ? അപ്പൊ 6 കറക്റ്റ് ആണോ? 6 കറക്റ്റ് ആണോ? ഒന്ന് പറഞ്ഞേ നിങ്ങള്. 2 പേര് പറഞ്ഞു, ഷർഫിയും ദൃശ്യം പറഞ്ഞു സി അല്ലെ? എ കറക്റ്റ് ആണ്, അത് എല്ലാരും സമ്മതിച്ചു. ബി അല്ലെങ്കിൽ സോറി, ആർ എന്ന് പറയുന്നത് തെറ്റാണ്. അവിടെ ഫസ്റ്റിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒന്നാണ് ആർ എന്ന് പറയുന്നത് അല്ലേ? ഫസ്റ്റിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒന്നാണ് ഏത്? ആർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്, ഫോൾസ് ആണ് എന്ന് പറയാൻ പറ്റും. ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടിയോ?
യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനും കൂടി ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെക്ഷനും കൂടി ഉണ്ടാവും. അതിൽ നമ്മൾ, അതായത് നാളെ ആയിരിക്കും അത്, അതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എടുക്കാതെ വെച്ചൊരു ടോപ്പിക് ഉണ്ട് അല്ലെ. ഏതാണ്, ഏതാ എടുക്കാതെ വെച്ചൊരു ടോപ്പിക്? ഏതാണ് എടുക്കാതെ വെച്ച ടോപ്പിക്? നോക്കട്ടെ, ശ്രദ്ധിക്കുന്നുണ്ടോന്ന് സിലബസ് എങ്കിലും. ഏതാ എടുക്കാതെ വെച്ച ടോപ്പിക്? എല്ലാം എടുത്തോ? അപ്പൊ നാളെ ക്ലാസ് വേണ്ടേ? എല്ലാം എടുത്തിട്ടുണ്ടോ? ആരും പറയുന്നില്ലേ? എടുക്കാത്തൊരു ടോപ്പിക് ഏതാ? നമ്മള് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് അല്ലെ. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസും കൊക്കോയും, അതാണ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അല്ലെ. അപ്പം ആ ഒരു ടോപ്പിക് ആയിരിക്കും നമ്മള്. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിൽ അധികം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിൽക്കില്ല. നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കൊക്കോ, അതുപോലെ അതിന്റെ ഒരു ബേസിക് പ്രോസസ്സിംഗ് എന്നുള്ളതായിരിക്കും കേട്ടോ. ഐഡിയ കിട്ടിയില്ലേ? അധികം നേരമൊന്നും നമുക്ക് ക്ലാസ് ഉണ്ടല്ലേ, കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, കഴിയുന്നതും പെട്ടെന്ന് തീർക്കാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തീർക്കാം. എന്നിട്ട് PYQ കുറച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇന്ന് നേരിട്ട് ക്ലിയർ ആണെങ്കിൽ ഇന്ന് ലീവ് ചെയ്യാം. ഇന്നത്തത് ക്ലിയർ ആണെങ്കിൽ ഇന്ന് ലീവ് ചെയ്യാം കേട്ടോ.